കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം ദാനമായി നൽകിയ അവിടുത്തെ ദയയ്ക്കും വിശ്വസ്തതയ്ക്കും കരുണയ്ക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ നാമത്തിനും മേലായ നാമമുള്ളവൻ, എല്ലാ മുട്ടും മടങ്ങുന്ന ശ്രേഷ്ഠനാമമുള്ളവൻ ഇന്ന് പകലും നമ്മുടെ മധ്യമുണ്ട്. അവിടുത്തെ ദയയും വിശ്വസ്തതയും ഓർത്ത് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഞാൻ യഹോവയിങ്കലേക്ക് നോക്കും എന്ന് ഇന്ന് പകലും നമുക്ക് പ്രഖ്യാപിക്കാം. എൻ്റെ രക്ഷ ദൈവത്തിനായി കാത്തിരിക്കും. യഹോവയായ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും. ആ ഒരു ഉറപ്പ് ഉണ്ടെങ്കിൽ ധൈര്യം ചോർന്നു പോകരുത്. യഹോവയായ കർത്താവ് എന്നെ കാണുന്നു, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു, എൻ്റെ നിലവിളിക്ക് ഉത്തരമള്ളുന്നു എന്ന് ധൈര്യത്തോടെ പറയാൻ നമുക്കിടയാവണം. എല്ലാ കാലത്തും പറയാൻ ദൈവം നമ്മളെല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഏത് സമയത്തും ഓടി വന്ന് അഭയം പ്രാപിപ്പാൻ ഉറപ്പുള്ള ഗോപുരമാണ് നമ്മുടെ ദൈവം, ശൈലവും സങ്കേതവുമായവൻ. ദാവീദ് പറയുന്നു, യഹോവ എൻ്റെ വെളിച്ചമാണ്, എൻ്റെ രക്ഷകനാണ്, അതുകൊണ്ട് ഞാൻ ആരെയും ഭയപ്പെടുന്നില്ല. യുദ്ധം നേരിട്ടാൽ പോലും ഞാൻ നിർഭയനായി വസിക്കും, കാരണം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എൻ്റെ കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം എൻ്റെ ശക്തികേന്ദ്രം ദുർഗമാണ് എന്ന് വിളിച്ചു പറയാൻ ഒരു ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ജീവിതത്തിൻ്റെ ഓരോ ഏടുകളിലും ധൈര്യത്തോടെ നമുക്ക് പറയാൻ കഴിയണം, എൻ്റെ പാറയും എൻ്റെ കോട്ടയുമായുള്ള ദൈവമേ. ഉറപ്പുള്ള ഒരു പാറയാണ് നമ്മുടെ ദൈവം. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ ആ ദൈവത്തിൽ എന്നേക്കും ആശ്രയം വെപ്പീൻ. ഇന്ന് പകലിലും അവിടുത്തെ മുൻപാകെ നമുക്കൊന്ന് സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, അവിടുത്തെ മുൻപാകെ ഞാൻ എന്നെ സമർപ്പിക്കുമ്പോൾ തിരുമഹത്വം, അവിടുത്തെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ എന്ന് ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആഴത്തിൽ നിന്ന് ഞാൻ നിലവിളിക്കുന്നു എന്ന് ദാവീദ് ഒരു സങ്കീർത്തനത്തിൽ പറയുമ്പോൾ, വെള്ളം പ്രാണനോളം എത്തി എന്ന് താൻ അവിടെ പ്രസ്താവിക്കുന്ന മറ്റൊരു സങ്കീർത്തനം. പക്ഷെ അവിടെ മുങ്ങിപ്പോയെന്നല്ല, കൈ നീട്ടി വിടുവിക്കുന്ന ഒരു ദൈവം. 18-ാം സങ്കീർത്തനത്തിലും അത് തന്നെ പറയുന്നത്, ബലമുള്ള കൈ കൊണ്ടെന്നെ വിടുവിച്ച ഒരു ദൈവം. ശത്രു എന്നേക്കാൾ ബലമുള്ളതായിരുന്നു, പക്ഷേ അതിനേക്കാൾ സർവശക്തനായി ദൈവത്തിൻ്റെ ബലമുള്ള കരം നീട്ടി എന്നെ വിടുവിച്ചു. തൻ്റെ ജീവിതത്തിൽ എത്രയോ തവണ തനിക്കത് അനുഭവമാണ്. അതാണ് താൻ പാടുന്ന ഓരോ സങ്കീർത്തനങ്ങളും. ജീവിതത്തിൽ തനിക്കെതിരെ ബലമുള്ള ശക്തികൾ വന്നപ്പോഴും സർവശക്തനായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജം നീട്ടി തന്നെ വിടുവിക്കുകയും സഹായിക്കുകയും പുറത്ത് കൊണ്ടുവരികയും ചെയ്തതോർത്താൽ ദാവീദിന് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 40-ാം സങ്കീർത്തനത്തിലൊക്കെ താൻ പറയുന്നത്, ഹോവേ, അവിടുന്ന് ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ വിചാരങ്ങളും വളരെയാകുന്നു. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമായിരിക്കുന്നു. ഈ പകൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവം മുൻപാകെ നമ്മളെ സമർപ്പിച്ച്, കർത്താവേ, അങ്ങയുടെ പ്രവൃത്തിക്ക് വേണ്ടി എന്നെ തന്നെ ഞാൻ വിധേയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ദൈവം ചെയ്ത സകല വിടുതലുകൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഈ പകലിലും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സുപരിതമായൊരു വാക്യം, 116-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുൻപാകെ നടക്കും. 1, ജീവനുള്ളവരുടെ ദേശം. 2, നടക്കുന്ന ഭക്തൻ. പ്രൈസ് ദ ലോർഡ്. ഇതും ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്, നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു.
ഞാൻ നിൻ്റെ ദാസനും നിൻ്റെ ദാസിയുടെ മകനുമെന്ന് പറഞ്ഞ് നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു എന്ന് ഈ സങ്കീർത്തനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകലിലും ആ സങ്കീർത്തനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രാഗൽഭ്യത്തോടെ പറയുകയാണ്, യഹോവ എൻ്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവിടുത്തെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ജീവകാലമൊക്കെയും ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കും. നോക്കൂ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദാവീദിന് ഉറപ്പായിരുന്നു. അത് ഏത് കാലഘട്ടം വന്നപ്പോഴും, പ്രാണഭയത്തിലായപ്പോഴും, ശൗലിൻ്റെ മുമ്പിൽപ്പെട്ടപ്പോഴും, ഫിലിസ്ത്യ ശക്തിയുടെ മുമ്പിൽ താൻ അകപ്പെട്ട സമയത്തും, ഒളിച്ചിരിക്കേണ്ട സമയങ്ങൾ വന്നപ്പോഴും, തൻ്റെ മകൻ തനിക്കെതിരെ നിന്ന് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നപ്പോഴും ദാവീദ് പറയുന്നു, എന്നെ തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട്, എന്നെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. നമ്മുടെ കുറിവാക്യം വളരെ ശ്രദ്ധേയമാണ്. ഞാൻ ജീവൻ ഉള്ളവരുടെ ദേശത്ത്. ജീവനുള്ളവരുടെ ദേശത്ത് ജീവൻ വ്യാപരിക്കും. ജീവനുള്ളവരുടെ ദേശത്ത് പറയാൻ കാരണം, മരണത്തിൻ്റെ ദേശമെന്ന് സെബുലൂൻ, നഫ്താലി, ഗലീല തുടങ്ങിയ ദേശത്തെ വിശേഷിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. മരണത്തിൻ്റെ ദേശം, മരണത്തിൻ്റെ നിഴലിരുന്നവർ എന്ന് അവിടെ പറയുമ്പോൾ, ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സമൂഹത്തോട് ഞാൻ പറയുന്നു, നമ്മൾ ജീവനുള്ളവരുടെ ദേശത്ത്. ജീവിപ്പിക്കുന്ന കർത്താവ്, സ്തോത്രം, ജീവൻ്റെ വഴി കാണിച്ചു തരുമെന്ന് 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു. ദൈവത്തിൻ്റെ വഴി ജീവിപ്പിക്കുന്ന വഴിയാണ്. ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ യഹോവയുടെ മുമ്പാകെ നടക്കും. അതിൻ്റെ അർത്ഥം ജീവനോടെ നടക്കും. ജീവിപ്പിക്കത്തില്ലെന്ന്, എഴുന്നേൽപ്പിക്കത്തില്ലെന്ന്, പുറപ്പെടുവിക്കത്തില്ലെന്ന്, നിന്റെ വാക്തത്വത്തിലേക്ക് നിന്നെ ഇരുത്തത്തില്ലെന്ന് ഒക്കെ വാദിക്കുന്ന ശക്തിയുടെ മുമ്പാകെ ഈ പകൽ ധൈര്യത്തോടെ വിളിച്ചു പറ, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുൻപാകെ നടക്കാൻ പോകുന്നു. സ്തോത്രം. കണ്ടോ, ജീവനോടെ നടക്കാൻ പോകുന്നു. മറ്റൊരു സങ്കീർത്തനത്തിലും ഭക്തനായ ദാവീദ് 118 പറയുന്നു, ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. കാരണം ജീവൻ അപകടത്തിലാകുന്ന ഘട്ടങ്ങൾ, പേര് നശിച്ചു എന്ന് 41-ാം സങ്കീർത്തനത്തിൽ, ഇനി അവൻ എഴുന്നേൽക്കത്തില്ലെന്ന് പറയുമ്പോൾ ദാവീദ് ആ സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഇവിടെ പറയുന്നു, ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുൻപാകെ നടക്കും. വാക്തത്വം ചെയ്ത ഒരു വ്യക്തിത്വം, ഇന്ന് പകൽ വാക്തത്വം കേട്ട ഒരു വ്യക്തിത്വം, പ്രൈസ് ഗോഡ്, വാക്കു പറഞ്ഞ ദൈവത്തിൻ്റെ മുമ്പാകെ അവർ നടക്കാൻ പോകുക. എന്നുവെച്ചാൽ നീ നടക്കുമ്പോൾ, നീ മൂവ് ചെയ്യുമ്പോൾ നിന്നെ തൊടാൻ ആരെ അനുവദിക്കില്ല. കാരണം നീ ദൈവത്തിൻ്റെ മുമ്പാകെ നടക്കുന്നത്. നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്, നിന്നെ ദൃഷ്ടി വെക്കുന്ന ഒരു ദൈവമുണ്ട്. ഒറ്റയ്ക്കല്ല നടക്കുന്നത്, ദൈവത്തിൻ്റെ മുൻപാകെ. അതിൻ്റെ അർത്ഥം നിന്നെ നോക്കുന്ന ഒരു ദൈവമുണ്ട്. സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് വാർത്താലും അവിടെയും എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. പ്രിയരേ, നിൻ്റെ തലമുറകൾ നിന്നിൽ നിന്ന് അകലെയായിരിക്കാം, നിൻ്റെ കുടുംബം അകലെയായിരിക്കാം, നിൻ്റെ വിഷയങ്ങൾ പലതും ചിതറിപ്പോയിരിക്കാം. പക്ഷേ ദൈവം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ മുൻപാകെ നടക്കുവാൻ ഇന്ന് പകൽ തയ്യാറാവണം. സ്തോത്രം. അതിൻ്റെ അർത്ഥം ദൈവമായിട്ടൊരു ബന്ധമുണ്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ നടക്കുന്നത് കാണുന്ന, അറിയുന്ന, ഏത് എൻഡിൽ നീ പോയാലും
നിന്നെയും നിൻ്റെ കുടുംബത്തെയും സൂക്ഷിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ശക്തി ഇന്നു പകൽ നിൻ്റെ മേൽ വ്യാപരിക്കുമ്പോൾ നിൻ്റെ വാഗ്ദത്തം ജീവൻ വെച്ച് നടക്കാൻ തുടങ്ങുക. യേശുവിൻ്റെ നാമത്തിൽ വാഗ്ദത്തത്തെ എഴുന്നേൽപ്പിക്കത്തില്ലെന്ന് പിശാച് അവകാശവാദം പറയുമ്പോൾ ഇന്നു പകൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ധൈര്യത്തോടെ പറ, ഞാൻ യഹോവയുടെ മുമ്പാകെ നടക്കാൻ പോകുക. എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. എന്നെ ഭുജത്തിൽ വഹിക്കുന്ന ഒരു ദൈവമുണ്ട്. യഹോവയുടെ മുമ്പിൽ നടക്കുന്ന തൻ്റെ മക്കളെ ഏത് ദുഷ്ടശക്തിക്കാണ് തോൽപ്പിക്കാൻ പറ്റുന്നേ? പരാജയപ്പെടുത്താൻ കഴിയത്തില്ലെന്ന് ഇന്ന് പകലും വിളിച്ചു പറയാൻ എനിക്ക് ആത്മാവിൽ കഴിയും. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിങ്ങളുടെ അകത്ത് വെളിപ്പെടുന്നെങ്കിൽ ധൈര്യത്തോടെ പറ, ഞാൻ നടക്കും. അതുകൊണ്ട് 27-ാം സംഘം ദാവീദ് പറയുന്നത്, ജീവനുള്ള ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ധൈര്യത്തോടെ പറ, ഞങ്ങളത് കാണും. ആർക്കും ഞങ്ങളുടെ വാഗ്ദത്തത്തെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ആത്മീയതയെ തകർക്കാൻ പറ്റില്ല. ഞങ്ങൾ നടക്കാൻ പോകുകയാണ്, ഞങ്ങൾ എഴുന്നേൽക്കാൻ പോകുകയാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങളെ കാണുന്നവനെ എല്ലായിടത്തും ഞങ്ങൾ കാണും. സ്തോത്രം. ഒരിടത്ത് മാത്രം കാണുന്ന ഒരു ദൈവമല്ല നമ്മളെ സേവിക്കുന്നത്. എവിടൊക്കെ നടന്നാലും എന്നെ കാണുന്ന ഒരു ദൈവം, കരത്തി പിടിക്കുന്ന ഒരു ദൈവം, വഴി പറഞ്ഞു തരുന്ന ഒരു ദൈവം, അനോയിന്റ് ചെയ്യുന്ന ഒരു ദൈവം, ശക്തീകരിക്കുന്ന ഒരു ദൈവം, പ്രാർത്ഥനാ മുറിയിൽ നിന്നോട് ഇറങ്ങി വന്ന് ഇടപെടുന്ന ഒരു ദൈവം. ഇന്ന് പകൽ പറ, ഞാൻ ജീവനോടെ ദൈവപ്രവർത്തികളെ കാണും, വർണ്ണിക്കും. ശരീരം പറയാതെ നടക്കത്തില്ലെന്ന്, സാഹചര്യം പറയാൻ എങ്ങനെ സംഭവിക്കും? പക്ഷേ ഒരു ഭക്തനെ വിളിച്ചു പറയും, ഞങ്ങളത് സംഭവിപ്പിക്കുന്നത്, കാണിക്കുന്ന, ഞങ്ങളെ സംഭവിപ്പിക്കുന്നത്, എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന തലത്തിൽ കൊണ്ടുവരാൻ കഴിവുള്ള സർവശക്തൻ്റെ സാന്നിധ്യം ഈ പകൽ ഞങ്ങൾ തിരിച്ചറിയുന്നു. സ്തോത്രം ചെയ്യും. ജീവനുള്ള ദേശത്ത് യഹോവയുടെ മുൻപാകെ നടക്കും. പിതാവേ, ഇന്ന് പകലും ഈ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ആത്മാവിൽ നടക്കുവാൻ, എഴുന്നേൽക്കുവാൻ, എവിടെയും എല്ലായ്പ്പോഴും ഞങ്ങളെ കാണുന്ന, ഞങ്ങളെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യഹോവയുടെ മുമ്പാകെ നടക്കുന്ന ഒരു വ്യക്തിത്വത്തെ തൊടാൻ ഒരു ദുഷ്ടശക്തിക്കും സാധ്യമല്ല. ഞങ്ങളുടെ ആത്മാവിനാൽ ഇന്ന് പകൽ ഞങ്ങളെ ശക്തീകരിക്കുന്നതിനാൽ, ബലം കൽപ്പിക്കുന്നതിനാൽ, അടിപ്പിൻ്റെ ശക്തി വ്യാപരിപ്പിക്കുന്നതിനാൽ, എല്ലാ മന്ദതകളും മാറുന്നതിനാൽ, ശരീരത്തിന്മേൽ ബലം കൽപ്പിക്കുന്നതിനാൽ, ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ എഴുന്നേറ്റ് വന്നിരിക്കാൻ ഈ പകൽ നന്ദി പറയുന്ന പിതാവ്, ഈ ബലത്തോടെ ഞങ്ങളെ നയിക്കും. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തന്നെ. ആമേൻ, ആമേൻ. ധൈര്യത്തോടെ പറ, ജീവനുള്ള ദേശത്ത് ഞങ്ങൾ യഹോവയുടെ മുൻപാകെ നടക്കും. പ്രഖ്യാപിക്കൂ, വിശ്വസിക്കൂ. കർത്താവ് വചനങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രശ്നിപ്പിച്ചു.